ഹലോ ഗൈസ്, എൻ്റെ പുതിയ വ്ളോഗ് എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് ഞാൻ കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ വലിയൊന്നും കേക്കൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ ഞാൻ ബ്രെഡ് വെച്ചിട്ടാണ് ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രെഡും ബിസ്ക്കറ്റും ഡയറി മിൽക്കും എടുത്തിട്ടുണ്ട്. ഇത് 3 സാധനങ്ങൾ വെച്ചിട്ട് നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിൽ ഈ ഡയറി മിൽക്സൊക്കെ ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഡയറി മിൽക്കിനെ പൊട്ടിച്ച് പാത്രത്തിലിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നമ്മൾ പാലോ ഇല്ലെങ്കിൽ ബട്ടർ വെച്ചിട്ട് ഉരുക്കിയെടുക്കാൻ പോകുന്ന കേട്ടോ. ഇങ്ങനെ അടിയിൽ വെള്ളം വെച്ചിട്ട് മേലെ ഇങ്ങനെ ഡയറി മിൽക്കിന് ഇങ്ങനെ ഉരുക്കാൻ വെക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും വേണം. ആ സമയത്ത് ഞാനൊരു മിക്സി ജാറിലേക്ക് ബിസ്ക്കറ്റിന് പൊടിച്ചിടാൻ പോവാം കേട്ടോ. ഞാനിവിടെ ഒരു പാക്ക് ബിസ്ക്കറ്റ് എടുത്തുള്ളൂ. ഒരു 4-5 ബിസ്ക്കറ്റ് എടുത്തിട്ട് പൊടിച്ചിടാം നമുക്ക്. എല്ലാ ബിസ്ക്കറ്റും ഞാൻ എടുത്തിട്ട് പൊടിച്ചിടുന്നുണ്ട്. പൊടിച്ചിട്ട ബിസ്ക്കറ്റിനൊന്ന് നൈസായിട്ടൊന്ന് അരച്ചിട്ട് വരാം. ഓക്കെ, വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല, അങ്ങനെ തന്നെ അരയ്ക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ പൗഡർ റെഡിയായി കഴിഞ്ഞ ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഷുഗറൊക്കെ മെൽട്ടാണ്. ഓക്കെ, ഇളക്കി ഇതാ കണ്ടില്ലേ, ഷുഗർ വെള്ളമായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് മെൽട്ടായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് പാലും കുറച്ച് ബിസ്ക്കറ്റ് പൗഡറൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് കുറച്ച് ലൂസ് ടൈപ്പ് ആക്കി വരാം. കുറച്ച് പാൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് ഫെയ്ഡ് കളർ വന്നിട്ടുണ്ട് ചോക്ലേറ്റിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡൊന്ന് റെഡി ചെയ്ത് വെക്കാം. ഞാൻ ബ്രെഡ് ഇവിടെ മിൽക്ക് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മിൽക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. മിൽക്ക് ബ്രെഡിൽ ഞാനൊരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡിൻ്റെ സ്ലൈസ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ നടുത്ത മാത്രം മതി, സ്ലൈസ് ഒന്നും വേണ്ട കേട്ടോ. കൊണ്ട് വെറും സ്ലൈസ് മാത്രം കട്ട് ചെയ്തെടുക്കുക. എല്ലാം ബ്രെഡിൻ്റെ സ്ലൈസ് മാത്രം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ്, ഞാൻ 6 ബ്രെഡിൻ്റെ സ്ലൈസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 ഭാഗത്തും കട്ട് ചെയ്തെടുത്തിട്ട് ഇത്രേ വരുള്ളൂ നമ്മുടെ കേക്ക്. അപ്പോൾ നമുക്കിന്ന്
അങ്ങനെ ഗൈസ് ഞാനൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അപ്പള വെച്ച് നമ്മുടെ ക്രീം ഉണ്ടല്ലോ മാഗ്നേറ്റ് ചെയ്തത് അത് കുറച്ച് ഇട്ട് കൊടുക്കുക. ഗൈസ് ഈ ക്രീമിനെ കുറച്ചെടുത്തിട്ട് നടുഭാഗത്തിൽ കുറച്ചിട്ടിട്ട് അവിടേക്ക് നമ്മുടെ ബ്രെഡ് വെച്ചിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പഞ്ചസാര വെള്ളത്തിൽ വെച്ച് ഉരുക്കിയെടുത്തതിന് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതുണ്ടല്ലോ അതും ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് ബിസ്ക്കറ്റ് വെച്ച് ലൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്രീമി ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ വെറും ഡയറി മിൽക്ക് വെച്ചിട്ട് അങ്ങനെ ബട്ടറോ ഇല്ലെങ്കിൽ മിൽക്ക് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ടൈറ്റായിട്ടൊന്ന് ഇത് പേസ്റ്റ് മാതിരി ക്രീം മാതിരി ആക്കി കൊടുക്കാം. പിന്നെ ഞാൻ രണ്ടാമത്തെ ലെയർ വെച്ചിട്ട് പിന്നെയും ഷുഗർ സിറപ്പ് ഞാനങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ രണ്ടാമത്തെ ലെയർക്ക് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഡയറി മിൽക്കിൻ്റെ പീസ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ടേസ്റ്റ് കിട്ടും. അങ്ങനെ നമുക്ക് 6 ലെയറിനെയും ചെയ്തെടുക്കാം. അങ്ങനെ ഗൈസ് ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്തതും ഷുഗർ സിറപ്പും വെച്ചിട്ട് നമ്മുടെ ലാസ്റ്റത്തെ പീസൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. ഇനിയിപ്പം ഞാൻ ഉരുക്കി വെച്ച ക്രീമിൽ നിന്ന് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ക്രീം യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതേ ക്രീം വെച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ സൈഡൊക്കെ ഫില്ല് ചെയ്യട്ടെ. അങ്ങനെ ഗൈസ് ഞാൻ ഫുള്ള് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റിലും കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിസ്ക്കറ്റ് പൊടിയൊക്കെ അതിൻ്റെ ബാക്കിയുണ്ടല്ലോ അതിന് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കയ്യിൽ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. വെറുതെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട, നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് യൂട്യൂബിൽ ഞാൻ ഗ്യാസ് ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കുക എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഒരു കേക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ഒരു ബിസ്ക്കറ്റും ഡയറി മിൽക്ക് വെച്ചിട്ട് ഈസി ആയിട്ട് ബ്രെഡും വെച്ചിട്ട് നമുക്ക് കേക്ക് റെഡി ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേക്ക് ചെയ്യാനുള്ളത്. ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചെടുത്തുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഇങ്ങനെ പൊടികൾക്ക് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെറും ഫുഡ് വ്ളോഗ് അല്ലാതെ കുറേ വീഡിയോ ഞാൻ ഇടാണ്, ആൾമോസ്റ്റ് ട്രൈ ചെയ്യാം. എന്നെ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പിന്നെ ഞാൻ ബ്രെഡിൻ്റെ 4 കഷ്ണമാക്കി പീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതിനിങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് എൻ്റെ ഫസ്റ്റ് വ്ളോഗിൻ്റെ സ്പെഷ്യലായിട്ട് ഞാനൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മാത്രം മറക്കണ്ട. പിന്നെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് എന്തൊക്കെ നെക്സ്റ്റ് വീഡിയോ എന്തൊക്കെ വേണ്ടതെന്നൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ കേക്ക് എങ്ങനെ ഉണ്ടെന്നും പറയണം കേട്ടോ. എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് യൂട്യൂബിൽ, എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് സ്പെഷ്യലായിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഒന്നുമില്ല, 3 സാധനങ്ങൾ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എന്നൊക്കെ ടൈറ്റിലിൽ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കേക്കിൻ്റെ റെസിപ്പി എൻ്റെ ഫസ്റ്റ് വ്ളോഗിന് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ തന്നെ ബെല്ലൈക്കനും ചെയ്യാം. പിന്നെ
കമൻറ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഈ കേക്ക് റെസിപ്പി എന്ന് എഴുതുക. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഫുഡ് വ്ളോഗ് അല്ലാതെ കുറേ വ്ളോഗ് ഞാൻ ചെയ്യാം. ഈ വരുന്ന വ്ളോഗ്സൊക്കെ നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.